ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ ശീല എന്ന് പറയുന്നു ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. അഞ്ചലിൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി കാറിടിച്ചു മരിക്കാനിടയായ സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിലായത് പത്തനംതിട്ട സ്വദേശി അബ്ദുൾ ജവാദ്. അലങ്കാര മത്സ്യങ്ങളെ വളർത്താനും പ്രദർശിപ്പിക്കാനും കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. നിയമവലയിൽ കുരുങ്ങിയ അലങ്കാര മത്സ്യ വ്യാപാരികളും കർഷകരും. ചാനൽ ലൈവ് വാർത്ത ഫലം കണ്ടു. ഗോത്രസാരഥി പദ്ധതി വിദ്യാർത്ഥികൾക്ക് തുണയായി. വെള്ളം തെറ്റി ആദിവാസി ഊരിലെ വിദ്യാർത്ഥികൾ സ്കൂളിലെത്തി. വാർത്തകൾ വിശദമായി. അഞ്ചലിൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നുപോയ കാറിന്റെ ഡ്രൈവറെ പത്തനംതിട്ടയിൽ നിന്നും അറസ്റ്റ് ചെയ്തു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കാൽവിൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. കാറിടിച്ച് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ കാൽവിൻ മരിക്കാനിടയായ സംഭവത്തിൽ കാർ ഡ്രൈവർ പത്തനംതിട്ട കുലശേഖരപേട്ടയിൽ അബ്ദുൾ ജവാബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച രാവിലെ 6:30 അഞ്ചൽ പുനലൂർ റോഡിലെ സ്റ്റേറ്റ് ബാങ്കിനു സമീപത്ത് വെച്ചായിരുന്നു കാൽവിൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. വിദ്യാർത്ഥി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അഞ്ചൽ SI PS രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലാണ് കാർ പത്തനംതിട്ട കുലശേഖരപേട്ടയിൽ നിന്ന് കണ്ടെത്തിയത്. അഞ്ചൽ പുനലൂർ റോഡിലെ ഒരു കടയിലെ CCTV ദൃശ്യമാണ് കാർ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കർഷകരുടെ കൈവശ ഭൂമിക്ക് ഉപാധിരഹിത പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പുനലൂർ താലൂക്ക് ഓഫീസ് ഉപരോധിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ബാൾഡുവിൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഉപരോധ സമരം കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ബാൾഡുവിൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ ഐശ്വര്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീർച്ചയായും പാവപ്പെട്ടവന്റെ ഈ കയറിക്കിടക്കുന്നവന്റെ ഇടം അവന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതിന്റെ തുടക്കമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് പട്ടയ വിതരണം അടക്കം നടത്തിയത്. VS അനീഷ് അധ്യക്ഷനായി. ടൈറ്റസ് സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. 100 വർഷത്തിലേറെയായി തലമുറകളായി ഭൂമിയിൽ അധ്വാനിച്ച് ജീവിക്കുന്നവർ, ഫോറസ്റ്റും റവന്യൂ വകുപ്പും ജോയിന്റ് വെരിഫിക്കേഷൻ നടപടി പൂർത്തിയാക്കി ലിസ്റ്റിലായവർ, റവന്യൂ പുറമ്പോക്കിൽ വർഷങ്ങളായി കഴിയുന്നവർ എന്നിവരുടെ കൈവശ ഭൂമിക്ക് ഉപാധിരഹിത പട്ടയം നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധ സമരം. അഡ്വക്കേറ്റ് J. സുരേന്ദ്രൻ നായർ, അരുമരാജൻ, വിശ്വകുമാർ, കുഞ്ഞുമോൻ, വിജയൻ ഉണ്ണിത്താൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ലൈവ് വാർത്ത, പുനലൂർ. യൂത്ത് കോൺഗ്രസ് പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ രക്തദാനവും രക്തദാന സേനാ രൂപീകരണവും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ രക്തദാനം നടത്തി. ഇന്ദിരാഗാന്ധി രക്തദാന സേനയുടെ രൂപീകരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ 140 നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധി രക്തദാന സേനയുടെ രൂപീകരണമാണ് ഇന്ന് പുനലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂരിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ രക്തം ദാനം ചെയ്തുകൊണ്ട് നടത്തുന്നത്. എന്റെ അവസാനത്തുള്ളി ചോര വരെയും ഇന്ത്യയിലെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും കാത്തുസൂക്ഷിക്കുവാൻ അത് വിനിയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്ര സേവനം നടത്തിയ, സാമൂഹ്യ സേവനം നടത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ന് ലോക രക്തദാന ദിനമായ ഇന്ന് ബ്ലഡ് ദാനം ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തെ, ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ബ്ലഡ് ദാനം ചെയ്യുന്നതിന്റെ ഗുണഗണങ്ങൾ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷനായി. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സനിൽകുമാർ, C. സുഭിലാഷ് കുമാർ, മുഹമ്മദ് റാഫി, അനസ് അലി, സുമേഷ്, ബിബിൻ വർഗീസ്, സുധീർ മലയിൽ, അരവിന്ദ്, ഷെറിൻ, ജയലാൽ, മണിയാർ ബാബു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഷിജോ ജോയ്, സുബിൻ അഞ്ചൽ, അഫ്സൽ മജീദ്, ഷഹാസ്, ഷിബിൻ കുഞ്ഞ്, സയ്യിദ് കാര്യറ, അഫിരാഗ്, മണിവർണ്ണൻ, സലീം കാര്യറ എന്നിവർ രക്തദാനത്തിന് നേതൃത്വം നൽകി. ചടങ്ങിൽ രക്തദാതാക്കളായ സുനിൽ മാടക്കട, മുരുകൻ കേളൻകാവ് എന്നിവരെ ആദരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. പുനലൂർ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NSS യൂണിറ്റിന്റെയും കമ്മ്യൂണിറ്റി ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ലോക രക്തദാനാചരണത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്.
പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി മൃദുല നായർ നിർവഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ തേജസ് നമ്പൂതിരി, കോളേജ് കമ്മ്യൂണിറ്റി ക്ലബ്ബ് കൺവീനർ ബി സുനിൽദാസ്, ഡോക്ടർ എസ് അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഗ്രീഷ്മ SG, സുധീന്ദ്രൻ S, മീനു മോഹൻ, അഖിൽ P, അഖിലസ്, ഗോകുൽ, ജിഷ്ണുലാൽ, ജിഷ്ണു സുരേഷ്, ഹേമന്തം, അരുൺ, രഘുനാഥ്, മിഥുൻ M, ആഭിദ് ജോൺ വർഗീസ്, ശ്രീജിത്ത് S, തരുണ തുടങ്ങി 25ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. രക്തദാനത്തിലൂടെ സമൂഹത്തിന് മാതൃകയായി മാറുകയാണ് മുരുകൻ കേളങ്കാവ്. 53 തവണയാണ് മുരുകൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ രക്തദാനം നടത്തിയത്. മുരുകൻ ബ്ലഡ് ഡൊണേഷൻ എന്ന പേരിലുള്ള ജീവകാരുണ്യ സംഘടനയുടെ നേതൃത്വത്തിലാണ് രക്തദാനത്തിന്റെ മഹത്വം പ്രചരിപ്പിക്കാൻ മുരുകൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. കിഴക്കൻ മേഖലയിൽ രക്തം ആവശ്യം വന്നാൽ ഏതു ഗ്രൂപ്പായാലും മുരുകനും സുഹൃത്തുക്കളും അത് ലഭ്യമാക്കും. പ്രതിഫലേച്ഛയില്ലാതെയാണ് ഇവരുടെ സേവനം. മുരുകൻ 18ാം വയസ്സിൽ തുടങ്ങിയ രക്തദാനം ഇന്നും തുടരുകയാണ്. ഇതുവരെ 2000-ലധികം പേർക്ക് മുരുകനും സുഹൃത്തുക്കളും രക്തം നൽകിയിട്ടുണ്ട്. കൂടാതെ രോഗികൾക്കും തെരുവിലലയുന്നവർക്കും മാനസിക വൈകല്യമുള്ളവർക്കും ചികിത്സാ സഹായങ്ങളും ഭക്ഷണവും വസ്ത്രവും മുരുകന്റെ നേതൃത്വത്തിൽ എത്തിച്ചു നൽകുന്നുണ്ട്. സുഖമില്ലാതെ കിടക്കുന്ന ഒട്ടനവധി രോഗികൾ രക്തം ആവശ്യമുള്ളപ്പോൾ എത്തിച്ചു തരുന്ന ഒരു സ്ഥിരം സംവിധാനമായിട്ട് മുരുകൻ ബ്ലഡ് ഡൊണേഷൻ ഫോറം ഇന്ന് പുനലൂരിലും അതുപോലെ തന്നെ സമീപ പ്രദേശത്തും കൊല്ലത്തുമൊക്കെ പ്രവർത്തിച്ചു വരികയാണ്. വിവരസാങ്കേതിക മേഖല ഇത്രത്തോളം വർദ്ധിച്ച സാഹചര്യത്തിൽ ആരോഗ്യ മേഖലയിൽ ഒട്ടനവധി പുരോഗതി ഉണ്ടായിട്ട് പോലും രക്തമെന്നത് അമൂല്യമാണ്. വിവരസാങ്കേതിക വിദ്യയുടെ ഭാഗമായി തന്നെ കൃത്രിമമായി പലതും നിർമ്മിക്കാൻ കഴിയുമെങ്കിലും രക്തമെന്നത് ഒരാളുടെ ഒരു മനസ്സിന്റെ സമ്മാനം, അതല്ലെങ്കിൽ ഒരു അനുകമ്പയുടെ സമ്മാനമാണ് രക്തദാനം. ഈ രക്തദാന മേഖലയിൽ ഇനിയും ഒട്ടനവധി യുവാക്കളും അതുപോലെ തന്നെ മുതിർന്നവരും കടന്നു വരണം എന്നുള്ള ഒരു വെല്ലുവിളിയോടുകൂടിയാണ് നമ്മൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. രക്തദാന സേവന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനതല പുരസ്കാരം, ജീവകാരുണ്യ പുരസ്കാരം, ഗ്രാമ പുരസ്കാരം, നെഹ്റു യുവകേന്ദ്ര പുരസ്കാരം, പ്രതിഭാ പുരസ്കാരം എന്നിവ മുരുകന് ലഭ്യമായിട്ടുണ്ട്. രക്തദാന സേവന പ്രവർത്തനങ്ങൾ സംസ്ഥാനതലത്തിൽ വ്യാപിപ്പിക്കുന്നതിന് വെബ്സൈറ്റ് തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് മുരുകനും കൂട്ടുകാരും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേന്ദ്ര സർക്കാരിന്റെ നിയമവലയിൽ കുടുങ്ങിയ അലങ്കാര മത്സ്യവ്യാപാരികളും കർഷകരും അലങ്കാര മത്സ്യങ്ങളെ പരിപാലിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം വന്നതോടെ അലങ്കാര മത്സ്യവിൽപ്പനയും കുത്തനെ ഇടിഞ്ഞു. ഇതോടെ അലങ്കാര മത്സ്യവ്യാപാരത്തിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന ആയിരക്കണക്കിന് പേരുടെ വരുമാനവും തൊഴിലുമാണ് നഷ്ടപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ പ്രതിഷേധവും ശക്തമായി. കേന്ദ്ര വിജ്ഞാപനം അനുസരിച്ച് സ്വാഭാവിക രീതിയിലാണ് മത്സ്യങ്ങളെ വളർത്തേണ്ടത്. ചില്ലു ടാങ്കുകളിലും ഭരണികളിലും മത്സ്യങ്ങളെ സൂക്ഷിക്കാനാവില്ല. സർക്കാരിന്റെയും സ്വകാര്യ മേഖലകളിലെയും അക്വേറിയങ്ങളിൽ ചില്ലു ടാങ്കുകളിലാണ് അലങ്കാര മത്സ്യങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി ഇവയെല്ലാം മാറ്റേണ്ടി വരും. ഇതോടെ മത്സ്യങ്ങളുടെ പ്രദർശനവും ഇല്ലാതാകും. മാത്രമല്ല, വിജ്ഞാപന പ്രകാരം എല്ലാ അക്വേറിയങ്ങളിലും വിപണനശാലകളിലും മുഴുവൻ സമയ വെറ്റിനറി ഡോക്ടറെയോ അല്ലെങ്കിൽ മത്സ്യവിദഗ്ധനെയോ നിയമിക്കണം. ഇവർക്ക് സഹായിയും നിർബന്ധമാണ്. വെറ്റിനറി ഡോക്ടറും അനുബന്ധ സൌകര്യങ്ങളും ഒരുക്കി അക്വേറിയം നടത്തുക ഒരു തരത്തിലും ലാഭകരമല്ല. മാത്രമല്ല, അക്വേറിയങ്ങൾക്കൊപ്പം വളർത്തുമൃഗങ്ങളുടെയോ പക്ഷികളുടെയോ വിൽപ്പനയും പാടില്ലെന്നാണ് നിർദ്ദേശം. എന്നാൽ അക്വേറിയം മാത്രമായി നടത്തിയാൽ നഷ്ടത്തിലാകുമെന്നതിനാൽ ഭൂരിഭാഗം അക്വേറിയങ്ങൾക്കുമൊപ്പം വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും വിൽക്കുന്നുണ്ട്. മത്സ്യങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ശുചിത്വം ഉറപ്പിക്കുന്നതിനുമാണ് നടപടിയെന്നാണ് വിജ്ഞാപനത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന അലങ്കാര മത്സ്യകൃഷിയും വിപണനയും നിയമം കൊണ്ട് നിയന്ത്രിക്കാൻ പോകുമ്പോൾ അലങ്കാര മത്സ്യകൃഷിക്കാരും വിപണന നടത്തുന്ന ചെറുകിട കച്ചവടക്കാരും വീട്ടിലിരിക്കേണ്ട സ്ഥിതിയാണ്. നിയമ പേപ്പറിൽ വന്നപ്പോൾ തന്നെ കച്ചവടമല്ലാതെ നഷ്ടപ്പെടും. പൗരന്മാരെ വോട്ട് നേടി പൗരന്മാരെ തന്നെ ദ്രോഹിക്കുന്ന വിധമാണ് കാര്യങ്ങളുടെ പോക്ക്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475 222 1205. White Pearl Fashion Destination, Main Road, Punalur. Sorry.
ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. റേഷൻ ലഭിച്ചിട്ട് മാസങ്ങളായി ഊരിലെ മിക്കവരും രോഗബാധിതർ. ദുരിതം പേറി കിഴക്കേ വെള്ളംതെറ്റിയിലെ വനവാസികൾ. കഴിഞ്ഞ ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വന്നതാണ് പാർട്ടിക്കാർ. പിന്നെ ഇതേവരെ ൂരിലേക്ക് ആരെയും കണ്ടിട്ടില്ല. ഞങ്ങളുടെ ദുരിതങ്ങൾ ആരോട് പറയും? അവർക്ക് വോട്ട് മാത്രം മതി. ഞങ്ങളുടെ ദുരിതത്തെക്കുറിച്ച് അറിയണ്ട. റോഡ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വർഷമാറായി, ഇതുവരെയും ഒന്നുമായില്ല. ഇത് കിഴക്കേ വെള്ളംതെറ്റി ആദിവാസി ഊരുനിവാസികളുടെ വാക്കുകളാണ്. വാഗ്ദാനങ്ങളുമായി എല്ലാവരും വരാറുണ്ടെങ്കിലും ഇതുവരെയും ഒന്നും നടപ്പാക്കി കണ്ടിട്ടില്ലെന്ന് ഊരുനിവാസികൾ ഒരേപോലെ പറയുന്നു. ഇവിടെ 30-ൽ പരം ആദിവാസി കുടുംബങ്ങളിലായി 100-ലധികം വനവാസികളാണ് ദുരിതം പേറി കഴിയുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസ നിഷേധം മാത്രമല്ല, ഞെട്ടിക്കുന്ന നിരവധി സത്യങ്ങളാണ് ഊരിലുള്ളത്. ആദിവാസി മലയിൽ പണ്ടാരം ജനവിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടെയുള്ളത്. പട്ടികവർഗ വകുപ്പ് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഇവർക്ക് യാതൊന്നും ലഭ്യമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വെള്ളംതെറ്റി കോളനിയിൽ സൗജന്യ റേഷൻ ലഭിച്ചിട്ട് മാസങ്ങളാകുന്നു. ഇതിനാൽ പല കുടുംബങ്ങളും പട്ടിണിയിലാണ്. ഉൾവനങ്ങളിൽ നിന്ന് വനവിഭവങ്ങൾ ശേഖരിച്ച് അത് പട്ടണത്തിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തിയാണ് ജീവിക്കുന്നത്. വന്യമൃഗശല്യവും കാലവർഷവുമായതിനാൽ വനത്തിൽ പോകുവാനും കഴിയുന്നില്ല. ഇതോടെ വനവിഭവങ്ങൾ ശേഖരിക്കാനാകാതെ മിക്ക ഊരുകളും പട്ടിണിയിലാണ്. കുട്ടികളടക്കം നിരവധി പേർക്ക് പനിയും ഛർദിലും വയറിളക്കവും പിടിപെട്ടു. മഴക്കാല ജന്യരോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ പോലും ആരോഗ്യവകുപ്പ് ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പാർപ്പിട പദ്ധതിയിൽ മുൻഗണനയിലുണ്ടെങ്കിലും മിക്കവരും പുല്ലുമേഞ്ഞ് ചോർന്നൊലിച്ച വീടുകളിൽ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത്. 4 വർഷമായി സാറേ ഞാൻ എൻ്റെ വീടിന് അപേക്ഷ കൊടുത്തിട്ടു. അത് ഇന്ന് പൊളിയോ നാളെ പൊളിയോ എന്ന് എനിക്കറിയത്തില്ല. ഞാനും ഒരു പൊട്ടൻകുഞ്ഞുമുണ്ട്, എൻ്റെ സ്വന്തം ഭർത്താവുമുണ്ട്. എനിക്ക് വീട് ഇതുവരെയും തന്നിട്ടില്ല. എൻ്റെ ആനുങ്ങൾ ഇതുവരെ ഞാൻ ചോദിച്ചത് എനിക്ക് തന്നിട്ടേ ഇല്ല. ഭയങ്കര പ്രമോട്ടിനോട് ഞാൻ ആവശ്യപ്പെട്ടു. എല്ലാ രേഖ, എൻ്റെ എല്ലാ രേഖ, പിന്നെ ഇവിടെ ചെന്ന് അതിന്റെ രേഖ മൊത്തം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിന്റെ ഞങ്ങൾ രണ്ടും 2 ജാതിയാ, അതുകൊണ്ട് കിട്ടത്തില്ലെന്നാണ് ഇവര് പറയുന്നത്. മിക്ക വീടുകളിലും കിണറുകളോ കക്കൂസോ ഇല്ല. സോളാർ പാനൽ സ്ഥാപിച്ച് വൈദ്യുതി എത്തിച്ചിട്ടുണ്ടെങ്കിലും സൗരോർജ്ജ വേലികൾ കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കുന്നത് പതിവായതിനാൽ വൈദ്യുതി ലഭിക്കാതെ ഇരുട്ടിലാണ്. എന്തെങ്കിലും ആവശ്യത്തിനായി പുറംലോകത്ത് എത്തണമെങ്കിൽ ദുർഘടം നിറഞ്ഞ 6 കിലോമീറ്റർ വനപാതയിലൂടെ നടക്കണം. ഇവിടേക്ക് ജീപ്പ് മാത്രമാണ് എത്തുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ജീപ്പ് വിളിച്ചാൽ 500 രൂപയിലധികം നൽകണം. ആനയുൾപ്പെടെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം റോഡിന്റെ ദുരവസ്ഥയും മൂലം ജീപ്പുകാർ പലരും ഇവിടേക്ക് വരാറില്ല. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ കൊണ്ട് നരകതുല്യമാണ് കിഴക്കേ വെള്ളംതെറ്റിയിലെ ഊരുനിവാസികളുടെ ജീവിതം. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കടശ്ശേരി വാർഡിൽ ഉൾപ്പെടുന്നതാണ് ഇവിടം. ഇവിടുത്തെ വാർഡ് മെമ്പർ ആരാണെന്ന് പോലും ഇവർക്കറിയില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പനിക്കിടക്കയിലായ കിഴക്കൻ മേഖലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ രോഗികൾ വലയുന്നു. അഞ്ചൽ പ്രാഥമികാരോഗ്യ കേന്ദ്രമാണ് രോഗികളെ വലയ്ക്കുന്നത്. കിഴക്കൻ മേഖല പനിച്ചു പൊരിയുമ്പോഴാണ് അഞ്ചൽ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഡോക്ടർമാരില്ലാതെ വലയുന്നത്. ദിവസവും 700ഓളം രോഗികൾ എത്തുന്നിടത്ത് വെറും 5 ഡോക്ടർമാർ മാത്രമാണുള്ളത്. അതിരാവിലെ മുതൽ ക്യൂവിലെത്തുന്ന രോഗികൾ തളർന്നു വീഴുന്നതും നിത്യസംഭവമാണ്. വളരെ വൈകി മാത്രം വൈദ്യചികിത്സ ലഭിക്കുന്നതിനാൽ പാവപ്പെട്ട രോഗികൾ വലയുകയാണ്. 4 നഴ്സുമാർ മാത്രമുള്ള ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ രാവിലെ വെറും 2 നഴ്സുമാർ മാത്രമേയുള്ളൂ. ഉച്ചയ്ക്ക് 1 രാത്രി 1 വീതം ഡ്യൂട്ടി നിജപ്പെടുത്തിയിരിക്കുന്നു. സാധാരണക്കാർക്ക് ആലംബമായിരിക്കുന്ന ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ജീവനക്കാരെ നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വെള്ളം തെറ്റി ആദിവാസി ഊരിലെ കുട്ടികൾ സ്കൂളിലെത്തി. പട്ടികവർഗ വികസന വകുപ്പ് ഗോത്രസാരഥി പദ്ധതി ഏർപ്പെടുത്തി. ചാനൽ ലൈവ് വാർത്തയെ തുടർന്നായിരുന്നു നടപടി. പുത്തനെടുപ്പും ബാഗുമായി അവർ പള്ളിക്കൂടത്തിലെത്തി. ഗോത്രസാരഥിയിലൂടെ അധ്യയന വർഷം ആരംഭിച്ചിട്ടും സ്കൂളിൽ പോകാനാകാതെ വിഷമിച്ചിരുന്ന വനവാസി കുട്ടികൾക്ക് പത്രദൃശ്യമാധ്യമങ്ങളിൽ വന്ന വാർത്ത തുണയായി. പാടം കിഴക്കേ വെള്ളം തെറ്റി ആദിവാസി കോളനിയിലെ കുട്ടികളായിരുന്നു വാഹന സൗകര്യമില്ലാത്തതിനാൽ സ്കൂളിൽ പോകാനാകാതെ പഠനം നഷ്ടപ്പെട്ട് ഊരുകളിൽ കഴിഞ്ഞിരുന്നത്. വാഹന സൗകര്യമില്ലാത്ത ആദിവാസി ഊരുകളിലെ വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാൻ ആരംഭിച്ച ഗോത്രസാരഥി പദ്ധതി അധ്യയന വർഷം സർക്കാർ നടപ്പാക്കാഞ്ഞതോടെയാണ് ഇവരുടെ പഠനം മുടങ്ങിയത്. പ്രതിഷേധം ശക്തമായപ്പോൾ പട്ടികവർഗ വികസന വകുപ്പ് താൽക്കാലിക ഗോത്രസാരഥി സംവിധാനം ഏർപ്പെടുത്താൻ തയ്യാറാവുകയായിരുന്നു. ഇന്നലെ മുതൽ താൽക്കാലികമായി ഏർപ്പെടുത്തിയ ജീപ്പ് ആദിവാസി ഊരിലെത്തി. ഹർഷാരവത്തോടെയാണ് ഊര് നിവാസികൾ ഗോത്രസാരഥിയെ വരവേറ്റത്. പട്ടികവർഗ വകുപ്പ് നേരിട്ടാണ് ജീപ്പ് ഉടമയ്ക്ക് വാടക നൽകുന്നത്. പുതിയ ടെൻഡർ ക്ഷണിക്കാൻ കാലതാമസം ഉണ്ടാകുമെന്നതിനാലാണ് ഇത്. നിലവിൽ സ്കൂൾ തുറന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ജില്ലയിലെ ഒരു സ്കൂളിലും ഇതുവരെ പദ്ധതിക്കായി പട്ടികവർഗ വകുപ്പ് അപേക്ഷ പോലും ക്ഷണിച്ചിട്ടില്ല.
കിഴക്കേ വെള്ളംതെറ്റിയിൽ നിന്നും 15 കുട്ടികളാണ് കഴിഞ്ഞ അധ്യയന വർഷം വരെ മുടങ്ങാതെ സ്കൂളിൽ എത്തിയിരുന്നത്. വനത്തിലൂടെ 6 കിലോമീറ്റർ കാൽനടയാത്ര ചെയ്തു വേണം പാടം ഗവൺമെന്റ് LP സ്കൂളിൽ എത്താൻ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ പതിവായതിനാൽ ഊരുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തുകാർ. അതിനാൽ കുട്ടികളെ കാൽനടയാത്രയായി കിലോമീറ്ററുകൾ താണ്ടി സ്കൂളിൽ എത്തിക്കുവാനും കഴിഞ്ഞിരുന്നില്ല. മെയ് മാസത്തിൽ തന്നെ അപേക്ഷ ക്ഷണിച്ച് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നടപ്പാക്കേണ്ട പദ്ധതിയാണ് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ നടപ്പാക്കിയത്. വളരെ കൊടുങ്കാട്ടിലൂടെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ജീപ്പ് ഓടിക്കുന്നത്. വേറെ ആരും ഈ സാഹസത്തിന് മുതിരാത്തതുകൊണ്ടാണ് പിന്നെയും ഞാൻ ഈ ജോലി ഏറ്റെടുക്കാൻ തയ്യാറായത്. ഈ കുട്ടികളുടെ പഠനം മുടങ്ങരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയും ഈ ചാനലുകാരുടെ നിഷ്ഠീയമായ പ്രവർത്തനവും കൊണ്ടാണ് പിന്നെയും ഞാനിതിന് ഈ സാഹസനത്തിനും മുതിർന്ന ആന, കടുവ, കാട്ടുപോത്ത ഇവയുടെ നിരന്തരം സഞ്ചാര പാതയിലൂടെയാണ് ജീപ്പ് ഓടിക്കുന്നത്. ട്രൈബൽ യൂണിറ്റിൽ നിന്ന് ഒരു ദിവസം 450 രൂപ ക്രമത്തിലാണ് ഇതുവരെ തന്നുകൊണ്ടിരുന്നത്. കുറച്ചുകൂടി വേതനം കൂട്ടിത്തരണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇപ്പോഴും അടിയന്തരമായ നിയമനമാണ്. നേരത്തെ ടെൻഡർ വിളിച്ച് അതിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ചായിരുന്നു നിയമനം. സ്കൂളിലെത്തിയ കുട്ടികളെ സഹപാഠികളും അധ്യാപകരും ചേർന്ന് സ്വീകരിച്ചു. കുറച്ച് താമസിച്ചെങ്കിലും കൂട്ടുകാരെ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു അവർ. സ്കൂൾ വന്നിട്ട് ഞങ്ങൾ 2 ആഴ്ചയായ സ്കൂളിൽ വന്നില്ല. ജീപ്പില്ലാത്തതുകൊണ്ടായിരുന്നു ഞങ്ങൾ വരാത്ത. ആനയും കഴിവൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ നടന്നേരം പേടിയായിരുന്നു. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ജീപ്പ് വന്നപ്പം സ്കൂളിൽ വന്ന് ഞങ്ങൾ കൂട്ടുകാരെയൊക്കെ കണ്ട് സന്തോഷമായി. ഇനി എന്നും ഞങ്ങൾ പഠിക്കാൻ വരും. വണ്ടി വന്ന് ചാനലൊക്കെ വാർത്ത വന്നിരുന്നു. അതിനെ തുടർന്നാണ് വണ്ടി വന്നത്. സന്തോഷമായി. കൂട്ടുകാരൊക്കെ കണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പ വിതരണം നിലച്ചിട്ട് 17 ദിവസം. ദേവസ്വം ബോർഡ് നടപടിയിൽ പ്രതിഷേധം വ്യാപകം. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം ഭക്തർക്ക് ലഭിക്കാതായിട്ട് 17 ദിവസം. മഹാഗണപതിയുടെ ഇഷ്ടനിവേദ്യം ഭക്തർക്ക് നിഷേധിച്ച ദേവസ്വം ബോർഡിനെതിരെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. 17-ാം തീയതി കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ക്ഷേത്ര ഉപദേശ സമിതികളും ഹൈന്ദവ സംഘടനകളും പങ്കെടുക്കുന്ന പ്രാർത്ഥനാ യജ്ഞം മണികണ്ഠൻ ആൽത്തറയിൽ നടക്കും. പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ വാശിയാണ് നിവേദ്യം ഭക്തർക്ക് ലഭിക്കാതിരിക്കാൻ കാരണമായതെന്നാണ് ഭക്തസംഘടനകൾ ആരോപിക്കുന്നത്. 20 രൂപയുണ്ടായിരുന്ന ഒരു കവർ ഉണ്ണിയപ്പത്തിന്റെ വില ഏകപക്ഷീയമായി 35 രൂപയാക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഉപദേശക സമിതിയും വിവിധ സംഘടനകളും പ്രയാറിനെ സമീപിച്ചിരുന്നു. എന്നാൽ 1 രൂപ പോലും കുറയ്ക്കില്ലെന്ന പിടിവാശിയിലായിരുന്നു പ്രസിഡന്റ്. ക്ഷേത്രകുളത്തിൽ ഭക്തജനങ്ങൾ പ്രതിഷേധ സൂചകമായി നിൽപ്പ് സമരം നടത്തിയപ്പോഴും വില കുറയ്ക്കില്ലെന്ന മുൻ നിലപാട് ആവർത്തിക്കുകയായിരുന്നു പ്രസിഡന്റ്. ഒടുവിൽ കൊട്ടാരക്കര മുൻസിഫ് കോടതി കേസിൽ അന്തിമ തീർപ്പുണ്ടാക്കുന്നതുവരെ വിലക്കയറ്റം നടപ്പാക്കരുതെന്ന് ഉത്തരവിട്ടെങ്കിലും ബോർഡിൽ നിന്നും ഉത്തരവ് കിട്ടിയിട്ടേ ഉണ്ണിയപ്പം ഭക്തർക്ക് വിതരണം ചെയ്യാവൂ എന്നായിരുന്നു കീഴുദ്യോഗസ്ഥർക്ക് ലഭിച്ച നിർദ്ദേശം. കേസിൽ ഇരുകൂട്ടരുടെയും വാദം കേട്ടാണ് അന്തിമ വിധി വരുന്നതുവരെ വില വർധനവ് പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചത്. അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിയതുകൊണ്ട് ഉണ്ണിയപ്പത്തിന് വില വർദ്ധിപ്പിക്കണമെന്ന കീഴ്ശാന്തിയുടെ അപേക്ഷ മാനിച്ചാണ് തീരുമാനമെന്നായിരുന്നു ബോർഡിന്റെ വാദം. എന്നാൽ വർദ്ധിപ്പിച്ച 15 രൂപയിൽ 10 രൂപയും ബോർഡിന്റെ അക്കൌണ്ടിലേക്കാണ് പോകുന്നതെന്നും നടപടി ഗുണനിലവാരം കൂട്ടാനല്ലെന്നും ഹർജിക്കാർ വാദിച്ചു. ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം വഴിപാട് ലിസ്റ്റിൽ വരുന്നതെല്ലാം ദേവന്റെ നിവേദ്യമാണെന്നും അതിനെ കച്ചവട വസ്തുവായി ബോർഡ് മാറ്റുകയാണെന്നും ഹർജിക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെത്തുന്ന ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കാതെ വഴിപാടുകളുടെയും നിവേദ്യത്തിന്റെയും വരെ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്ന നടപടിക്കെതിരെ ഭക്തജന പ്രതിഷേധം വ്യാപിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ,
പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 515. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരം നടുക്കുന്ന് ബാലയിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നടന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. നടുക്കുന്ന് ബാലയിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നടന്നു. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം കവലയിൽ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും താലപ്പൊലി, പൂക്കാവടി, മുത്തുകുട, വാദ്യമേളം എന്നിവയുടെ അകമ്പടിയോടെ നടന്ന വിഗ്രഹഘോഷയാത്ര ബാലയിൽ ഭദ്രകാളി ക്ഷേത്ര സന്നിധിയിൽ എത്തി. ബാലയിൽ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ ദേവപ്രതിഷ്ഠയും ഒഴിച്ചുകൊണ്ടുള്ള ഭക്തിസാന്ദ്രമായ ഭക്തിനിർഭരമായ വിഗ്രഹഘോഷയാത്ര ഈ വാഹനത്തിന്റെ പുസ്തകത്തിനായി കടന്നുവരികയാണ്. ജൂൺ 14 ബുധനാഴ്ച തിരുവോണ നാളിൽ രാവിലെ 9:15 കഴികെ 10:05 ശുഭമുഹൂർത്തത്തിൽ ദേവപ്രതിഷ്ഠാകർമ്മം നടക്കും. പുന്നല ഭക്തിവിലാസം മഠത്തിൽ ബ്രഹ്മശ്രീ N നവനീതകൃഷ്ണൻ പോറ്റിയുടെയും ചാരുമൂട് ശങ്കർ ഭാസ്കരൻ ആചാര്യയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര സമർപ്പണവും ദേവതാ പ്രതിഷ്ഠയും നടക്കുന്നത്. പ്രതിഷ്ഠാകർമ്മത്തോടനുബന്ധിച്ച് അന്നദാനവും നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകളിലൂടെ വീണ്ടും. അഞ്ചലിൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി കാറിടിച്ചു മരിക്കാനിടയായ സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിൽ. അറസ്റ്റിലായത് പത്തനംതിട്ട സ്വദേശി അബ്ദുൾ ജവാദ്. അലങ്കാര മത്സ്യങ്ങളെ വളർത്താനും പ്രദർശിപ്പിക്കാനും കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. നിയമവലയിൽ കുരുങ്ങിയ അലങ്കാര മത്സ്യ വ്യാപാരികളും കർഷകരും. ചാനൽ ലൈവ് വാർത്ത ഫലം കണ്ടു. ഗോത്രസാരഥി പദ്ധതി വിദ്യാർത്ഥികൾക്ക് തുണയായി. വെള്ളം തെറ്റി ആദിവാസി ഊരിലെ വിദ്യാർത്ഥികൾ സ്കൂളിലെത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. നമസ്കാരം.